നിങ്ങൾ ചിന്തിക്കുക, ഇത് കേട്ടിട്ട് ഇത് ഗൗരവപ്പെട്ടതാണോ അല്ലേ നിങ്ങൾ ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ മാർക്കറ്റിൽ ഇങ്ങനെ നിൽക്കുന്നു. മനസ്സിൽ കുറിച്ചിരുന്നു കേട്ടോ യുവാക്കൾ. അപ്പൊ ഒരു സഹാബി നരിയാണിയുടെ താഴെ തുണി ഇറക്കി ഇങ്ങനെ നടന്നു പോവുകയാണ്. നരിയാണിന്റെ താഴെ തുണി ഇറക്കിയിട്ട് നടന്നു പോവുകയാണ്. റസൂലുള്ളാഹി വിചാരിച്ചെന്തറിയോ, അറിയാതെ ഇറങ്ങിപ്പോയതാണ്. അപ്പൊ നബി ഇങ്ങനെ നോക്കി, ഉപ്പ കയറ്റി ഒരു രക്ഷയും കാണുന്നില്ല, കയറ്റുകൊടുക്കലൊന്നും നടക്കുന്നില്ല. കുറെ ദൂരെ സഹാബിയത്തെ എനിക്ക് മനസ്സിലായി ഇത് ബോധപൂർവമാണ്. ഓടി അള്ളാന്റെ റസൂല് ഓർത്തോ, യുവാവേ, ദീനിനെ ഇഷ്ടപ്പെടുന്ന യുവാവേ ഓർത്തോ. റസൂൽ ഓടിയിട്ട് പിന്നിൽ ചെന്നിട്ട് തുണി ഇങ്ങോട്ട് പൊക്കിയെടുക്കുകയാണ്. ശാഖാപര നിസാര ഒരു പണ്ഡിതൻ പറഞ്ഞെന്നറിയോ, മടവൂർ വിഭാഗത്തിലെ മരിച്ചു, അള്ളാഹു മർഹമത്തും മഅഫിറത്തും ഒക്കെ നൽകട്ടെ. ഒരു ഇഞ്ച് നരിയാന്റെ താഴത്താന്ന നരകവും, ഒരു ഇഞ്ച് കയറിയ സ്വർഗവുമാണെങ്കിൽ ആ സ്വർഗം എനിക്ക് വേണ്ട. ആ ടീമിന്റെ അനുയായികൾ എങ്ങനെ വളരും നിങ്ങൾ പിന്നെ ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങിക്കൂടെ. മടവൂരികളെ നിങ്ങളോട് സ്നേഹത്തോണ്ടാ പറയുന്നത്, പരലോകത്ത് കൈയടിച്ചിട്ട് കാര്യമല്ല. സാദതനാ വകുബ്റാനാ ഫാളൂന സബീലാ. ഞങ്ങൾ ഇന്ന് വലിയ പണ്ഡിതനെ, ഇന്ന് ഹോജാക്കളെ അനുസരിച്ചു പോയി, അതുകൊണ്ടാ അത് വന്നതെന്ന് അവിടെ പറഞ്ഞിട്ട് കാര്യമല്ല. 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 66-ാമത്തെ വചനം, 67, 68 ഈ അവസ്ഥാവിശേഷം വരരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടെടുക്കുകയായിരുന്നു. ബാക്കി കേട്ടോ. ബാക്കി സഹാബി നബിയോട് പറയും, നബിയേ, നരയാണിന്റെ മുകളിൽ തുണി കൊടുക്കണം എന്നറിയാത്ത ഒരാളല്ല ഞാനൊരു വികലാംഗനാണ്. എന്റെ കാലിന്റെ വളവ് ബാക്കിയുള്ളവർ കാണുന്നതിന് എനിക്കൊരു ലജ്ജ. അങ്ങനെയാണോ? എന്നാ സാരല്ല എന്ന് മുഹമ്മദ് നബി പറഞ്ഞു എന്ന് വിചാരിച്ചോ? ഇല്ല, മുഹമ്മദ് നബി പറഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പറഞ്ഞു, കേട്ടുകൊടുക്ക്, എന്റെ കാലിന്റെ വികലാംഗത പോലും അള്ളാഹു നിനക്ക് നിന്ന സൗന്ദര്യത്തിന്റെ ഭാഗമാണ്. അള്ളാഹ് സൃഷ്ടിച്ചതൊക്കെ അഹ്സന കുല്ല ഷൈഇൻ ഖൽഖഹു, അള്ളാഹ് സൃഷ്ടിച്ചതൊക്കെ സൗന്ദര്യമായി സൃഷ്ടിച്ചവനാണ്. അതിലൊരു ന്യൂനതയും നിങ്ങൾക്കില്ല. നിന്റെ വികലാംഗത നിന്റെ സൗന്ദര്യമാണ്. കേട്ടുകൊടുക്കും. കണ്ടോ, ഒരു വികലാംഗത മറച്ചു വെക്കാൻ തുണി നരിയാണ്ട പോയപ്പോ കേട്ടുകൊടുക്കും. ഇനി നിങ്ങൾ തീരുമാനിക്കാം, നിങ്ങൾക്ക് പരലോകത്ത് സ്വർഗം കിട്ടണോ, മടക്കയാത്രക്ക് പോണോ, അല്ല ഒടുക്കത്തെ യാത്രക്ക് നരകത്തിലേക്ക് പോണോന്ന്. ഇനിയെങ്കിലും മുജാഹിദുകളെ, നിങ്ങൾ ആരാനും ഉപദേശിക്കാൻ ജിബ്രീലും നബിയൊന്നും വരില്ല. നിങ്ങൾ മാതൃകയാകണം. വേറെ ആരാ മാതൃകയാകുക? ഇനി ഇങ്ങക്ക് കേൾക്കണോ? ഞങ്ങളോട് ചോദിച്ചോട്ടെ, സഹീഹ് മുസ്ലിമിന്റെ മലയാള പരിഭാഷ അത് വായിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ വായിക്കോ? ഞാൻ പറഞ്ഞുതരാം. സഹീഹ് മുസ്ലിം എടുത്തു നോക്ക്. നരിയാണിന്റേതായ തുണി ഇറക്കിന്റെ നേരെ അള്ളാഹ് നോക്കൂല.